ഹായ് ഹലോ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു കമൻറ്റ് വന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ട്രീറ്റ് ചെയ്ത് ഹെയറിൻ്റെ ആഫ്റ്റർ കെയറിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ്. അവൾ എന്നോട് കുറേ നാളായിട്ട് ചോദിക്കുന്നു. പിന്നെ എൻ്റെ വീഡിയോയിൽ കമൻറ്റായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വെച്ചാൽ അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുമല്ലോ. അപ്പം ട്രീറ്റ് ചെയ്ത ഹെയർ എങ്ങനെ കെയർ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ ഊരുന്നതാണ് എല്ലാവർക്കും ഒരു പ്രശ്നം. ഇപ്പം നമ്മൾ ട്രീറ്റ് ചെയ്താലും ചെയ്തില്ലേ ഹെയർ ഊരും. അത് മുടി കൊഴിച്ചില്ലെന്ന് പറയുന്നത് ട്രീറ്റ് ചെയ്തതുകൊണ്ട് ഒരിക്കലും ഹെയർ ഫോൾ ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതിന് മുമ്പും ഹെയർ ഫോൾ ഉണ്ട്. മിക്കവർക്കും പറ്റുന്ന പ്രശ്നമെന്ന് പറഞ്ഞാൽ ആരും അങ്ങനെ ഹെയർ ശ്രദ്ധിക്കാറില്ല. ഇപ്പോൾ ജോലിക്കാരൊക്കെ ആകുമ്പോൾ അവരത്രയും കെയർ കൊടുക്കാറില്ല. അപ്പോൾ പെട്ടെന്നൊരു ദിവസം കെയർ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് എല്ലാവരും കൊണ്ട് ഹെയർ കൊണ്ട് ട്രീറ്റ് ചെയ്യും. സ്മൂത്തനിങ്ങോ അങ്ങനെ കെരാറ്റിൻ പ്ലസ് ഇപ്പോൾ കുറേ പുതിയ ട്രീറ്റ്മെൻറ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യും. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഒന്നാമത്തെ കാര്യം അതിന് മുമ്പുള്ള ഹെയർ ഫോൾ ആരും ശ്രദ്ധിക്കത്തില്ല അധികം. നോർമലി ഹെയർ ഫോൾ ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് ചോദിക്കുക. അപ്പോൾ ട്രീറ്റ് ചെയ്ത ശേഷം പൊതുവേ ആൾക്കാർ ഇത് ശ്രദ്ധിക്കാത്തവർ കുറച്ചുകൂടെ ഹെയർ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് തോന്നും അയ്യോ എൻ്റെ ഹെയറെല്ലാം പോവുകയാണല്ലോ. പക്ഷേ നോർമലി ട്രീറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള സെയിം ഹെയർ ഫോൾ തന്നെ കാണത്തുള്ളൂ. അപ്പം മസ്റ്റായിട്ടൊരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഏത് ട്രീറ്റ്മെൻറ്റ് ചെയ്താലും അതിപ്പോൾ സ്മൂത്തനിങ് കെരാറ്റിനിങ് അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് അല്ലാതെ കളറിങ് ചെയ്താൽ പോലും അതിന് ഇതായിട്ടുള്ള ഷാമ്പൂ കണ്ടീഷണർ യൂസ് ചെയ്യുക. അപ്പോൾ മിക്കവരും അത് യൂസ് ചെയ്യത്തില്ല. ജസ്റ്റ് ഷോപ്പിൽ പോയി ഒരു സലൂണിൽ പോയി ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യും. എന്നിട്ട് അവർ ഓക്കെ നോർമലായിട്ട് നിൽക്കുക. പക്ഷേ അത് അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സ്മൂത്തനിങ് ചെയ്യുവാണെങ്കിൽ തന്നെ അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് ഒരു പറയാം, ലോറിയൽ മെട്രിക്സ് അങ്ങനെയുള്ള പറയുകയാണെങ്കിൽ ലോറിയൽ ചെയ്യുവാണെങ്കിൽ തന്നെ ലോറിയലിൻ്റെ സ്മൂത്തനിങ്ങിനുള്ള ഷാമ്പൂ കണ്ടീഷണറും ഉണ്ട്. അപ്പം മസ്റ്റായിട്ടും അത് തന്നെ യൂസ് ചെയ്യുക. അതുപോലെ കളറിങ് ആണെങ്കിലും അതൊരു കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ കളർ ചെയ്താൽ അത് ഒരു 42 വാഷാണ് പറയുന്നത്. പക്ഷേ നോർമൽ ഷാമ്പൂവിൽ വാഷ് ചെയ്താൽ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ഷാമ്പൂസിലാണ് വാഷ് ചെയ്യുന്നതെങ്കിൽ 42 വാഷിൻ്റെ ആവശ്യം വരത്തില്ല. അതിന് മുമ്പേ അത് ഫെയിലാവും. അപ്പോൾ അത് ഫെയിലാകാതിരിക്കാനാണ് അവർ അത്രയും പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിനൊരു ആഫ്റ്റർ കെയർ കൊടുക്കാൻ. അപ്പം അത് എന്തായാലും കളർ ചെയ്താൽ ഫെയിലാവും. പക്ഷേ ഹെയർ ഡാമേജ് ആകാതിരിക്കുക എന്നുള്ളത് നമ്മളുടെ ആവശ്യമാണ്. നമ്മളത് ശ്രദ്ധിക്കണമെങ്കിൽ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ സ്മൂത്തനിങ് ആണെങ്കിലും കളറിങ് ആണെങ്കിലും എന്താണേലും അതിൻ്റെ ആഫ്റ്റർ കെയർ ആയിട്ട് അതിൻ്റെ ഷാമ്പൂ കണ്ടീഷണർ തന്നെ യൂസ് ചെയ്യാൻ മസ്റ്റായിട്ട് നോക്കുക. അങ്ങനെ ചെയ്താൽ തന്നെ കുറേ ഹെയർ ഫോളും കാര്യങ്ങളും കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഡാൻഡ്രഫ് എല്ലാവരും പറയുന്നൊരു കാര്യമാണ്. സ്മൂത്തനിങ് ചെയ്ത ശേഷം എനിക്ക് ഡാൻഡ്രഫ് കൂടി. അപ്പോൾ സ്മൂത്തനിങ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഹീറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മുടെ സ്കിന്നിനെ കുറേ ഡ്രൈ ആക്കും അങ്ങനെ. അപ്പോൾ ഏത് ട്രീറ്റ്മെൻറ്റ് ആണെങ്കിലും അപ്പം നമ്മൾ എന്തായാലും ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ഇറങ്ങി. അപ്പോൾ മന്ത്ലി എങ്കിലും ഒരു സ്പാ ചെയ്ത് കൊടുക്കാൻ നോക്കുക. മിനിമം ഒരു 15 ദിവസമൊക്കെ പറയുന്നത്. അപ്പോൾ ഈ 15 ദിവസം 20 ദിവസം ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒന്നും അഫോർഡബിൾ ആയിരിക്കത്തില്ല. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത് മന്ത്ലി എങ്കിലും ഒരു സ്പാ, ഇപ്പോൾ കളറിങ്ങിനായിട്ടൊരു സ്പാ ഉണ്ട്, ആ സ്പാ ചെയ്യുക. അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് സ്മൂത്തനിങ് ചെയ്താലോ കെരാറ്റിൻ ചെയ്താലോ സ്ട്രെയിറ്റനിങ് ചെയ്താലോ നാനോ പ്ലസ് അങ്ങനെ കുറേ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ആഫ്റ്റർ കെയർ ആയിട്ട് സലൂനുകാരനെ പറയുള്ളൂ ഇന്ന സ്പാ ചെയ്യണം അല്ലെങ്കിൽ ഇന്ന ടൈമിൽ സ്പാ ചെയ്യണം, ഷാമ്പൂ കണ്ടീഷണർ യൂസ് ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പം നമ്മൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം പെട്ടെന്ന് ഒരു ദിവസം ഒരു ഷോപ്പിൽ പോയി സ്മൂത്തനിങ് ചെയ്ത് വന്നിട്ട് പിന്നീട് അത് കെയർ ചെയ്യാതിരുന്ന് ഹെയർ പോയിട്ട് അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഷോപ്പുകാരാണെങ്കിലും അവരുടെ ലാഭം മാത്രമല്ല അവർക്ക് കംപ്ലയിൻറ്റ്സ് വരാതിരിക്കാനും ഒക്കെ ആയിട്ടാണ് ഇത് പറയുന്നത്. കാരണം ഒരു സ്മൂത്തനിങ് ചെയ്ത് ഒരു കംപ്ലയിൻറ്റ് വന്നാൽ ഉറപ്പായിട്ടും അതൊക്കെ ആ സലൂണുകാരെ അല്ലെങ്കിൽ ആ ചെയ്ത വ്യക്തിയെ പറയത്തുള്ളൂ. അല്ല നമ്മൾ കെയർ ചെയ്യാനായിട്ടാണെന്നോ അങ്ങനെയാണെന്നോ ഇങ്ങനെയാണെന്നോ ഒന്നും ആരും സമ്മതിച്ചിട്ടില്ല. അപ്പോൾ മെയിനായിട്ട് എപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റുകൾ എടുത്താൽ അതിൻ്റെ ആഫ്റ്റർ കെയർ ആയിട്ട് അതിൻ്റെ ഷാമ്പൂ കണ്ടീഷണറും തന്നെ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ മസ്റ്റായിട്ട് സ്പായ കാര്യങ്ങൾ, ഹോട്ട് ഓയിൽ ട്രീറ്റ്മെൻറ്റ് അങ്ങനെയുള്ളതൊക്കെ ഇടയ്ക്ക് ചെയ്ത് കൊടുക്കും. ഹോട്ട് ഓയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. പക്ഷേ അത് ഈ ട്രീറ്റ് ചെയ്ത ഹെയറിൽ എപ്പോഴും ചെയ്യാതിരിക്കുക. കാരണം നമ്മളിത് ഒരു വലിയ എമൗണ്ട് കൊടുത്ത് ചെയ്യുന്നത്. അപ്പം നമുക്ക് അതൊരു ഇതായാലും ഇപ്പോൾ ഹോട്ട് ഓയിൽ ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് ഹെയർ ഗ്രോത്ത് ഒക്കെ സംഭവിക്കും. അപ്പം നമുക്ക് ഹെയർ ഗ്രോത്ത് വേണ്ടാന്നല്ല, പക്ഷേ അങ്ങനെ ട്രീറ്റ് ചെയ്ത ഹെയറിൽ പെട്ടെന്ന് ഗ്രോത്ത് ആകുമ്പോൾ പിന്നീട് നെക്സ്റ്റ് ലെവൽ ചെയ്യാനായിട്ട് ഒരു 6 മന്ത് ഗ്യാപ്പിൽ തന്നെ ഹെയർ ഗ്രോത്ത് ആവും.
അപ്പോൾ അത്രയും എമൗണ്ട് തന്നെ പിന്നെയും കൊടുത്ത് ചെയ്യുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ഇടയ്ക്ക് 2 മാസം കൂടുമ്പോഴോ അങ്ങനെയൊക്കെ. പിന്നെ ഡാൻഡ്രഫ് വന്നാൽ ഡാൻഡ്രഫിൻ്റെ ട്രീറ്റ്മെൻറ്റ് തന്നെ എടുക്കുക. നല്ല രീതിയിൽ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ അത് ഉള്ളിൽ നിന്നുള്ള എന്തെങ്കിലും പ്രശ്നമാണോ എന്നുള്ള ഡോക്ടറെ കണ്ട് ഇതാക്കുക. അല്ലെങ്കിൽ നല്ലൊരു സലൂണിൽ പോയിട്ട് നല്ലൊരു ബ്യൂട്ടീഷ്യൻ്റെ ഇത് ചെയ്ത് നോക്കിയിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോഴാണെങ്കിലും നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ പോയാൽ നമുക്കറിയാമല്ലോ, ഒരു ദിവസം കൊണ്ട് ഒരു മരുന്ന് കഴിച്ചുകൊണ്ടാൽ നമ്മുടെ അസുഖങ്ങൾ മാറത്തില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റുകൾക്കും ഉള്ളത്. ഇപ്പം ഡാൻഡ്രഫിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആണെങ്കിലും നമ്മൾ ഒരു സെറ്റിങ്ങിൽ അല്ല, ഇപ്പോൾ ഒരു 3 സെറ്റിങ് പറയുകയാണെങ്കിൽ അത് കണ്ടിന്യൂ കറക്റ്റ് ചെയ്യുക, എങ്കിൽ മാത്രമേ റിസൾട്ട് ഉണ്ടാകത്തുള്ളൂ. സ്മൂത്തനിങ് ആണെങ്കിലും ഇപ്പോൾ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്താണേലും അവരൊരു സെറ്റിങ് പറയും, ഇന്ന ഡേറ്റിൽ ഇന്നത് ചെയ്യണം. അപ്പോൾ അതും കൂടെ ചെയ്യാം, അങ്ങനെയാണെന്ന് നോക്കിയുള്ളതിൽ മാത്രം ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാനായിട്ട് നിൽക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ കുറേ ഹെയർ ഫോൾ കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഹെയറിൻ്റെ ഡ്രൈനെസ് മാറ്റാൻ പറ്റും. കുറേ അങ്ങനെ ഹെയറിനെ നമ്മളും കൂടി ഒന്ന് ഇതാക്കണം. കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഷാമ്പും കണ്ടീഷണറും സെയിം ബ്രാൻഡിൻ്റെ തന്നെ യൂസ് ചെയ്യുവാണെങ്കിലോ കാര്യങ്ങൾ ചെയ്യുവാണെങ്കിലും ഒക്കെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇതാക്കാൻ പറ്റും. ഹെയറിനെ കുറേ കൂടി ഹെയറിൻ്റെ കാര്യം മാത്രമല്ല, സ്കിന്നാണെങ്കിലും സെയിം ഇത് തന്നെയാണ്. സെയിം നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന സ്കിൻ പ്രൊഡക്റ്റ് ഏതാണോ അത് തന്നെ കണ്ടിന്യൂ ചെയ്യുക. അല്ലെങ്കിൽ കാണുന്നതെല്ലാം വാങ്ങിച്ച് യൂസ് ചെയ്യാതെ ഇപ്പോൾ ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും ഏത് ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നത് ആ ബ്രാൻഡിൻ്റെ തന്നെ എല്ലാ സാധനങ്ങളും, ഫേസ് വാഷ് ആണെങ്കിൽ ഫേസ് വാഷ് ആ സെയിം സാധനം തന്നെ ആ കമ്പനിയുടെ തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. പല ബ്രാൻഡുകളാകുമ്പോൾ പല രീതിയിലാവും. അപ്പോൾ സ്കിൻ എല്ലാവർക്കും ഒരുപോലെ ആകണമെന്നില്ല. അപ്പോൾ കുറേ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ എല്ലാം ഓക്കെ. അപ്പം എല്ലാവർക്കും ഉപകാരമാകട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ.